അപ്പൊ ഇന്നലെ നടന്ന ക്ലാസ്സോട് കൂടി ഏത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു? ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പൊ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുകയാണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? അപ്പൊ ടേക്ക് എ ഫ്രഷ് പേജ്, ഒരു പുതിയ പേജ് എടുക്കുക. ആ പേജിന്റെ നടുക്കോട്ട്, പേജിന്റെ നടുക്കോട്ട് എഴുതുക മൂന്നാമത്തെ ചാപ്റ്റർ സ്ക്വയർ, SQUARE, സ്ക്വയർ ഐഡന്റിറ്റീസ്. സ്ക്വയർ ഐഡന്റിറ്റീസ്. സ്ക്വയർ ഐഡന്റിറ്റീസ് എഴുതുന്നില്ല? സ്ക്വയർ ഐഡന്റിറ്റീസ്. അത്രയും ആരെങ്കിലും എഴുതാനുണ്ടോ? ഹലോ, അത്ര ആരെങ്കിലും എഴുതാനുണ്ടോ? വേഗോട്ടെ. അതിന്റെ ഇടതുവശത്ത് മാർജിനിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിടുക. എത്രാമത്തെ ക്ലാസ്? 22. 22ാമത്തെ ക്ലാസ്. 22ാമത്തെ ക്ലാസ്. ഉണ്ടെന്നില്ല. 22ാമത്തെ ക്ലാസ് 12/7/2026 സൺഡേ പ്രസന്റ്. ഓക്കെ. അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് എഴുതുക സിലബസ്. പുസ്തകം കൂടി എടുത്തു വെച്ച് സിലബസ് എഴുതുക. ചാപ്റ്റർ തുടങ്ങുന്നിടത്താണ് ഒന്നാമത്തെ ടോപ്പിക്കിന്റെ പേര്. ഒന്ന് വായിച്ചിട്ട് എഴുതുക. എന്താ പേര്? സ്ക്വയേഴ്സ് ഓഫ് സംസ്. അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യണം. സ്ക്വയേഴ്സ് ഓഫ് സംസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് സെക്ഷൻ 1 പുസ്തകത്തിൽ എഴുതുക. ഇനി ബുക്കിനകത്തോട് എഴുതുക. സെക്ഷൻ 1 സ്ക്വയേഴ്സ് ഓഫ് ഇതുകൊണ്ട് പിള്ളേർ മിണ്ടുന്നില്ല. സ്ക്വയേഴ്സ് ഓഫ് സംസ്. ഇനി പതുക്കെ അങ്ങോട്ട് പേജ് മറിച്ചു വരിക. അങ്ങനെ പേജ് മറിച്ച് നമ്മൾ ഏതാണ്ട് 46ാമത്തെ പേജിലെത്തുമ്പോൾ അവിടെ മറ്റൊരു സെക്ഷൻ കാണാം. എന്തിന്റെ പേര്? സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ്. അണ്ടർലൈൻ ചെയ്യുക. സെക്ഷൻ 2 സ്ക്വയേഴ്സ് ഓഫ് ഉണ്ടെന്നില്ല. ഡിഫറൻസസ്. സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ്. നോക്കിയിടണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ. ഇനി നമ്മൾ അങ്ങനെ പതുക്കെ പേജ് മറിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി പേജ് നമ്പർ എത്രയിലെത്തും? 50. തീർന്നു. ഐശ്വര്യ പേജ് മറിച്ച് തീർന്നു പോയി. 54ലെത്തും. ഐശ്വര്യ ആവേശത്ത് മറിച്ച് വെച്ചത് അടുത്ത പാഠത്തിലായി പോയി സംഗതി. അവിടെ പേജ് നമ്പർ 54 കണ്ടോ? അവിടെ കിടക്കുന്ന സെക്ഷൻ അണ്ടർലൈൻ ചെയ്തേ. സെക്ഷൻ 3 ഡിഫറൻസസ് ഓഫ് സ്ക്വയേഴ്സ്. അങ്ങനെ 3 ടോപ്പിക്കുകളുള്ള ഒരു ചാപ്റ്ററാണ് എന്ന് കരുതി അത്ര ചെറുതാണെന്നൊന്നും വിചാരിക്കരുത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പാഠത്തിലെ കൂട്ട് അങ്ങനെ തെളിയിക്കാനുള്ള കണക്കുകളൊന്നും അല്ല ഉള്ളത്. ഇതെല്ലാം നമ്പരൊക്കെ വെച്ചിട്ടുള്ള കണക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും കൂടെ നമ്മുടെ ക്ലാസ് മാത്രം കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദം കുറച്ചൊന്ന് വായിച്ച സിലബസ് സെക്ഷൻ 1
സ്ക്വയേഴ്സ് ഓഫ് സംസ്. സെക്ഷൻ 2 സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ്. സെക്ഷൻ 3 ഡിഫറൻസസ് ഓഫ് സ്ക്വയേഴ്സ്. നിങ്ങൾ ചിലരെങ്കിലും സൂര്യ ടി വിക്കകത്തിൽ ഇടയ്ക്ക് കാണാറുള്ള ഒരു പടത്തിന്റെ പേരാണ് സ്ഫടികം. സ്ഫടികം. സ്ഫടികം ആരുടെയാ? ആരുടെ? മോഹൻലാൽ. ആ സിനിമയ്ക്കകത്തിൽ മോഹൻലാലിന്റെ അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആരാണ്? തിലകനാണ്. ആരാണ്? അദ്ദേഹം ആ സിനിമയ്ക്കകത്തിൽ ആരായിട്ടാണ് വേഷം? അച്ഛനായിട്ടാണ്. ചാക്കോ മാഷ്. ആരാണ്? ചാക്കോ മാഷ് അല്ലേ കണക്ക് പഠിപ്പിക്കുന്ന? അപ്പൊ ചാക്കോ മാഷ് ഇടക്കിടയ്ക്ക് ക്ലാസ്സിൽ ചെന്ന് പിള്ളേരോട് ചോദിക്കാറുണ്ട് a+b² അല്ലേ, a−b² അല്ലേ, a² - b². ആ 3 സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ആളാണ് a+b². രണ്ടാമത്തെ ആളാണ് a−b². മൂന്നാമത്തെ ആളാണ് a²-. ഈ 3 പേരും അതുമായി ബന്ധപ്പെട്ട കണക്കുമാണ് പഠിക്കണം. ഇനി എപ്പോഴെങ്കിലും സ്ഫടിക സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം ഇതൊക്കെ ചാക്കോ മാഷ് എന്ത് ചെയ്യുന്നുണ്ടോന്നും പഠിപ്പിക്കുന്നുണ്ടോ. സിലബസ് മനസ്സിലായല്ലോ. അടുത്ത പേജ് എടുത്തിട്ട് എന്തുപറ്റി? അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് എഴുതുക സെക്ഷൻ 1. സെക്ഷൻ 1 സെക്ഷൻ 1 മുകളിലോട്ട്. സെക്ഷൻ 1 സ്ക്വയേഴ്സ് ഓഫ് സംസ്. അപ്പൊ ഞാന് പുസ്തകത്തിനകത്തിൽ അടയാളപ്പെടുത്തി തരുന്നവരെ മാത്രം വീട്ടിൽ കൊണ്ട് എങ്ങോട്ട് എഴുതണം? നിങ്ങൾ എങ്ങോട്ട് എഴുതണം? നോട്ട്ബുക്കിലോട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഇനി കുറച്ചു നേരത്തേക്ക് പുസ്തകം മാത്രം എടുത്തു നോക്കാം. എല്ലാരും കൂടെ നോക്കിയിരിക്കാം. നമ്മൾ ആരെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്? സെക്ഷൻ 1 സ്ക്വയേഴ്സ് ഓഫ് സംസ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഈ വർഷം പഠിച്ച ആദ്യത്തെ പാഠത്തിന്റെ പേരെന്തുവാ? സ്ക്വയേഴ്സ്. അവിടെ നമ്മൾ പല നമ്പറുകളുടെ സ്ക്വയർ ഒരു ബോക്സ് വരച്ച് ചെയ്ത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ടെസ്റ്റ് പേപ്പറിനകത്തുള്ള 4ാമത്തെ ചോദ്യം. അവിടെ പഠിച്ച മെത്തേഡിൽ നമ്മൾ 36ന്റെ സ്ക്വയർ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ബോർഡിലേക്ക് നോക്കി പറഞ്ഞേ. 36ന്റെ സ്ക്വയർ അല്ല, മറ്റേ ബോക്സ് വരച്ച് കണ്ടുപിടിക്കുന്നു. നമ്മളൊരു ബോക്സ് അങ്ങോട്ട് വരയ്ക്കണം. ബോക്സ് അങ്ങോട്ട് വരയ്ക്കും. ഇത് 4ആയിട്ട് തിരിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ 36നെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ? 30, 6, 30, 6. ഇനി എന്ത് ചെയ്യും? 30 × 30. അടുത്തേ 30 × 30 എത്ര? 900. 900. അടുത്തത് 30 × 6. 6 × 3 18. 180 ആണല്ലോ. ഓക്കെ. അടുത്തത് 6 × 30. 6 × 3 18. 180. അടുത്തത് 6 × 6 = 36. പിന്നെന്ത് ചെയ്യും നിങ്ങൾ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. ആരെയൊക്കെ? 900 180 180. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ നിങ്ങൾ പറയണം? 36² = 30². 30 × 30 ആണല്ലോ 30². അതാണ് നമ്മൾ എന്തായിട്ട് എഴുതിയിരിക്കുന്നത്? 900. എന്തായിട്ട് എഴുതിയിരിക്കുന്നത്? ഈ 2 കോളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 30 × 6 6 × 30. ഇതാണ് നമ്മൾ ആ പാഠത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത്. 2 × 30 × 6. ഓർക്കുന്നുണ്ടോ? പ്ലസ് അവസാനത്തെ ആള് 6². അപ്പോൾ 30ന്റെ സ്ക്വയർ എത്ര? 30². 900 പ്ലസ് 2 × 3 6. 6 × 6 12. 36. ഒരു 0 കൂടെ ചേർത്താൽ 360 പ്ലസ് 6ന്റെ സ്ക്വയർ 36. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 1296. 1296. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ബുക്കിലോട്ട് ഇപ്പൊ കെട്ടിക്കോളും.
ഇനി ബാക്കിയായിട്ട് അതിന്റെ താഴെ ഒരു ചോദ്യം കിടക്കുന്നുണ്ടോ? നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചേക്കാണ്. എന്തോ ചോദ്യം വായിച്ചേ? ആൻഡ് ഹൗ ഡിഡ് വി കമ്പ്യൂട്ട് 3.7 സ്ക്വയർ? കണ്ടില്ലേ? കണ്ടോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുക, അഴികോ, ഹൗ ഡിഡ് വി കമ്പ്യൂട്ട് 3.7 സ്ക്വയർ? 3.7 സ്ക്വയർ 3.7 സ്ക്വയർ. എല്ലാരും കൂടെ നോക്കിയിരിക്കാൻ, ഞാൻ പറഞ്ഞിട്ട് മതി. നമ്മളെ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ, ഒരു സമചതുരത്തിന്റെ ഒരു വശം എ ആണെങ്കിൽ, അതിന്റെ ഏരിയ, പരപ്പളവ്, അതായത് ഇതിനകത്തുള്ള സ്ഥലത്തിന്റെ അളവ് എന്ത് വരും? ഇനി പറഞ്ഞ പേരാണ് ഏരിയ, പരപ്പളവ്. എ സ്ക്വയർ. എന്തോ കിട്ടും? അപ്പൊ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചേക്കുന്നത് 3.7ന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? അതിനെ ഇതുപോലൊന്ന് ലിങ്ക് ചെയ്ത് പറയാവോ നിങ്ങൾക്ക്? 3.7 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. അതിനെ ഇതുപോലൊരു സ്ക്വയർ ആക്കി നിങ്ങൾക്കൊന്ന് ലിങ്ക് ചെയ്ത് പറയാൻ പറ്റുമോ? 3.7 സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലേ 3.7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്? മനസ്സിലായില്ല? നമ്മളൊരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു, ഒരു സമചതുരം പരിഗണിക്കും. ഈ സമചതുരത്തിന്റെ ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര ആയാൽ 3.7 ആയാൽ, എത്ര ആയാൽ? 3.7 ആയാൽ ഈ സ്ക്വയറിന്റെ ഏരിയ, പരപ്പളവ് എന്ത് വരും? 3.7ന്റെ സ്ക്വയർ. ആ ഐഡിയ എവിടെ കിട്ടിയോ? ഓക്കെ. നമ്മൾ ഇതിനെ നമുക്കറിയാവുന്ന ചില പരിപാടികൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതേ സ്ക്വയർ തന്നെ എടുത്തു. ഏത് സ്ക്വയർ തന്നെ? ഇതേ സ്ക്വയർ തന്നെ. ഒരു സൈഡ് 3.7 ഉള്ള സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇതിനെ 2-3 കഷ്ണമായിട്ടൊന്ന് വെട്ടിക്കണ്ടിക്കാൻ പോവാം. 2-3 കഷ്ണമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഒന്ന് വെട്ടിക്കണ്ടിച്ചു. വെറുതെ വെട്ടിക്കണ്ടിച്ചതല്ല, ഇപ്പൊ വേണ്ട ഇതിനകത്തൊരു ചെറിയ സ്ക്വയർ കിട്ടിയില്ലേ? കിട്ടി. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ് നിങ്ങൾക്ക് അറിയാമോ? എത്രയുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടെങ്കിൽ ഇത് എത്ര വരും? 0.7. 0 ആണല്ലോ. ഇതെത്ര വരും? അപ്പൊ ഇതോ? ഇത് നോക്കിട്ട് വേണം, വെറുതെ വിളിച്ചു പറയരുത്. ഇത് 3. ഇതോ 3. ഇതോ 3. ആണോ? അപ്പൊ ഇതോ ഈ മെഷർമെന്റ് ഒക്കെ എഴുതി മനസ്സിലായോ? അപ്പൊ നമ്മുടെ 3.7 സൈഡ് ഉണ്ടായിരുന്ന സ്ക്വയറിനെ ഇപ്പോ 1, 2, 3, 4 ആയിട്ട് എന്ത് ചെയ്തു? വീതം വെച്ചു, പാർട്ടീഷൻ ചെയ്തു, വെട്ടിക്കണ്ടിച്ച് 4 പീസാക്കി മാറ്റി വെച്ചു. അപ്പൊ ഈ 3.7 സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരുടെ 4 പേരുടെയും ഇവരെ 4 പേരെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് ഇവരുടെ 4 പേരുടെയും ഏരിയ എന്ത് ചെയ്താൽ മതി? പ്രത്യേകം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇതിന്റെ ഏരിയ ഒന്ന് പറഞ്ഞേട്ടെ നിങ്ങൾ. 3.7ന്റെ സ്ക്വയർ ഈക്വൽ, ആദ്യം ഇയാളുടെ ഏരിയ പറയൂ. ഈ ആദ്യത്തെ ആളിന്റെ 3 സ്ക്വയർ എന്താണ്? പ്ലസ്, ഒന്ന് ശ്രദ്ധിക്കണം,
ഇതും ഇതും ഒന്ന് തന്നെയാണോ? ആണോ? അത് രണ്ടും എന്ത് ഷേപ്പിലായിരിക്കുന്നത്? ഒരു ഷേപ്പിലല്ലോ, റെക്ടാങ്കുലാർ ഷേപ്പില. എന്ത് ഷേപ്പിലാണ്? ഇതിന്റെ ലെങ്ത് 3, ഇതിന്റെ ബ്രെഡ്ത്ത് 0. ഇതിന്റെ ലെങ്ത് 3, ഇതിന്റെ ബ്രെഡ്ത്ത്. അപ്പൊ ഇതിൽ ഒരെണ്ണത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 3 ഇൻറ്റു 0.7. ഇവിടെയും അത് തന്നെയല്ലേ വരുന്നത്, 3 ഇൻറ്റു 0.7. അപ്പൊ 3 ഇൻറ്റു 0.7 എത്ര പ്രാവശ്യം വന്നു? അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? 2 ഇൻറ്റു 3 ഇൻറ്റു 0. അവിടെ ചെറിയ ആള് കിടക്കുന്നുണ്ടോ? ആരാ? അതാരാ? ഈ സ്ക്വയർ. ആ സ്ക്വയറിന്റെ ഒരു വശം എത്ര? 0.7. അപ്പൊ അതിന്റെ ഏരിയ ഇനി ആരോടും പറയണ്ട, നമ്മൾ ഇങ്ങനെ പടമൊന്നും വരയ്ക്കാതെ ഒന്നാമത്തെ പാഠത്തിൽ ഇങ്ങനല്ലേ 3.7 സ്ക്വയർ കണ്ടുപിടിച്ചത്? 3.7നെ 3 പ്ലസ് 0.7 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 0.7 പ്ലസ് 0.7 സ്ക്വയർ. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ അന്നേരം ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ കടമെടുത്തോണ്ട് പോയിട്ടാണ് ആ പാഠത്തിലെ കണക്കെല്ലാം പഠിച്ചത്. അത് നമ്മൾ പിന്നെ എവിടെ പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഈ പാഠത്തിലേ പഠിക്കൂ എന്ന് പറഞ്ഞു. ഇപ്പൊ കാര്യം പിടി കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എത്ര? 9. 2 ഇൻറ്റു 3 6. അറിയണോ? ഇവിടെ 2 ഇൻറ്റു 3 6. 6 ഇൻറ്റു 7 6 ഗുണം 7 42. പക്ഷെ പോയിന്റ് വേണ്ടേ? ഇപ്പൊ എത്ര വരും? 4.2 പ്ലസ് 0.7ന്റെ സ്ക്വയർ. അതെങ്ങനെ കണ്ടുപിടിക്കും? 7ന്റെ സ്ക്വയർ 49. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു പ്ലേസ്. അപ്പൊ ആൻസറിൽ എത്ര പ്ലേസ്? 2 പ്ലേസ്. അപ്പൊ 0.49. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 13.69. 13.69. അപ്പൊ സംഭവം പറഞ്ഞെന്തോ മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് ഈ എഴുതി വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും വെറുതെ നമ്മൾ കാണാൻ പിടിച്ചു വെക്കുവല്ല. ഇതിനൊക്കെ ഇങ്ങനെ മാത്തമാറ്റിക്സിൽ എന്തുണ്ട്? ഭയങ്കരമായ അർത്ഥമുണ്ട്. നമ്മളാ ഭയങ്കരമായ അർത്ഥം ഒന്ന് മനസ്സിലാക്കാതെ ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് എന്ത് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്? എഴുതുകയാണ്. ഇപ്പൊ എഴുതുന്നതിന്റെ അർത്ഥം പിടികിട്ടി എന്തോ എന്ന് ഉദ്ദേശിക്കുന്നത് 3.7 സൈഡുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഒരു വലിയ സ്ക്വയർ, ഒരു ചെറിയ സ്ക്വയർ, 2 റെക്റ്റാങ്കിൾ ആയിട്ട് വീതം വെച്ചു. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ പ്ലസ് ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ, പിന്നെ ഈ 2 റെക്റ്റാങ്കിളും ഒരേ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഒരാളിന്റെ ഏരിയയെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ കാര്യം പിടികിട്ടിയ സംഗതി എഴുതിയാട്ടെ. ഇത് 2 എണ്ണം വരച്ച് ഈ താഴോട്ടുള്ള ദൂരം എഴുതും. മതി. ബോർഡിലേക്ക് നോക്കാം. നമ്മളിത് ആദ്യത്തെ കണക്കിനകത്തിൽ ആരുടെ സ്ക്വയറാ കണ്ടുപിടിച്ചേ? 30. 36ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ അതിനെ 30 പ്ലസ് 6 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് എങ്ങനെയായിരുന്നു ഉത്തരം കണ്ടുപിടിക്കുന്നത്? ആദ്യം 30യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 6 പ്ലസ് 6ന്റെ സ്ക്വയർ. ഉത്തരവൊന്നും ഞാൻ എഴുതുന്നില്ല, ആ ഒരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി. രണ്ടാമതായിട്ട് നിങ്ങൾ 3.7ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിച്ചേ? 3 പ്ലസ് 0.7 ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ അവിടെ നമ്മൾ എഴുതി വെച്ചു 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 0.7 പ്ലസ് 0.7ന്റെ സ്ക്വയർ. ഇനിയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്.
ഈ രണ്ട് പേരുടെയും റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആരെയാണ്? റൈറ്റ് ഹാൻഡ് സൈഡ്. എന്താ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു? വലതുവശം. എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ്. അതാണ് RHS, വലതുവശം. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതിയിരിക്കുന്നതും ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതിയിരിക്കുന്നതും തമ്മിൽ നോക്കിയാൽ ചില സാമ്യങ്ങൾ, ചില സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാട്ട്. തേർട്ടിയുടെ സ്ക്വയർ, 3യുടെ സ്ക്വയർ. ഫസ്റ്റ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ ആണ് രണ്ടിടത്തും ആദ്യം എഴുതിയിരിക്കുന്നത്. ശരിയാണല്ലോ. ഇനി അവസാനത്തെ ആളെ നോക്കിക്കേ. 6 സ്ക്വയർ 0.7ന്റെ സ്ക്വയർ. അതാര്? ഈ കിടക്കുന്ന രണ്ടാമത്തെ ആളിന്റെ സ്ക്വയർ. ആദ്യത്തെ ആളിന്റെ സ്ക്വയറും അവസാനത്തേത് രണ്ടാമത്തെ ആളിന്റെ സ്ക്വയറും. നടുക്കുള്ള ടേമിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിക്കേ. 2 × 30 × 6. ഈ രണ്ട് നമ്പരൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ അതിന്റെ ഇരട്ടി എടുത്തിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിക്ക്. 3യും 0.7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ എന്തെടുത്തിരിക്കുന്നു? ഇരട്ടി എടുത്തിരിക്കുന്നു. ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു? ആണോ? വേണ്ടേ? ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 38 ഒരു നോട്ടായിട്ട് എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചാട്ടെ. ദ സ്ക്വയർ ഓഫ് ദി സം ഓഫ് 2 നമ്പേഴ്സ്. രണ്ട് നമ്പറുകളുടെ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, രണ്ട് നമ്പറുകളുടെ സമ്മിന്റെ സ്ക്വയർ. രണ്ട് നമ്പറുകളുടെ സമ്മിന്റെ സ്ക്വയർ. അതെന്തിനോട് ഈക്വൽ ആണെന്നാ പറയുന്നത്? ഈസ് ഈക്വൽ ടു ദി, വായിക്കുന്നില്ലേ, ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകളുടെ സമ്മ്. ഈ രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകളുടെ സമ്മ്. നിരക്കത്തിൽ ഒരാളുടെ കാര്യം പറയണ്ടായോ? അതാരാണെന്ന് നോക്കിക്കേ. ആൻഡ് ചോയ്സ് ദെയർ പ്രോഡക്റ്റ്. ആ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റിന്റെ ഗുണനഫലത്തിന്റെ ചോയ്സ്, ഇരട്ടി, ഇത്രയും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. ഒന്നുകൂടെ, രണ്ട് നമ്പറുകളുടെ സമ്മിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, സമ്മിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്? ആദ്യം ആ രണ്ട് നമ്പറുകൾ 30, 6 അവരുടെ രണ്ടുപേരുടെയും സ്ക്വയർ. 3യുടെ സ്ക്വയർ, 0.7ന്റെ സ്ക്വയർ. അപ്പൊ ആ രണ്ട് നമ്പറിന്റെ സ്ക്വയർ വേണം. നടുക്കുള്ള ആളാരോ? ഈ രണ്ട് നമ്പറുകളെ 2 കൊണ്ട് ഗുണിച്ചതിന്റെ പ്രോഡക്റ്റ് ഇത്രയും പേരുടെ സമ്മിനോട് ഈക്വൽ ആണ്. ഇത്രയും പേരുടെ സമ്മിനോട് ഈക്വൽ ആണ്. ഒന്നുകൂടെ വായിച്ചേ. ദ സ്ക്വയർ ഓഫ് ദി സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ആൻഡ് ചോയ്സ് ദെയർ പ്രോഡക്റ്റ്. നോട്ട് എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് എഴുതിയാട്ടെ. നോട്ട് എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് എഴുതിയാട്ടെ. അതെ, മാത്തമാറ്റിക്സിന് ഒരു പ്രത്യേക ഭാഷയാണ്. മാത്തമാറ്റിക്സിന് അപ്പൊ നിങ്ങൾ ചോദിക്കും അതേത് ഭാഷ? ഞങ്ങൾ മലയാളം മീഡിയക്കാരാണെങ്കിൽ മലയാളത്തിൽ പറയുന്നു അല്ലേ, ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നു, ഞങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ എന്തിലെഴുതിയാണ്? അപ്പൊ എന്താണ് മാത്തമാറ്റിക്സിന് ഒരു ഭാഷ? അങ്ങനെ ഭാഷയുണ്ടോ? ഇല്ല. മാത്തമാറ്റിക്സിന്റെ അങ്ങനെ ഭാഷയൊന്നുമില്ല. ഉറപ്പാണ്, 100% ഉറപ്പാണേ. വേണ്ട, എന്റെ കയ്യിൽ ഒരു പേന ഇരിപ്പുണ്ട്. ഈ പേന പിടിവിട്ടാൽ നേരെ എവിടോട്ട് പോകും? ചെയറിലോട്ട്. ചെയറില്ലാണെങ്കിൽ തറയിലേക്ക് പോകും. ഇന്ന് മലയാളത്തിൽ പറയണം, അല്ലെങ്കിൽ ഇതേ സാധനം ഇംഗ്ലീഷിൽ പറയണം. ഞങ്ങൾ മാത്തമാറ്റിക്സുകാർക്ക് അത്രയൊന്നും പറയണ്ട. അതിന് പകരം വേണ്ടി ഇങ്ങനെ പറഞ്ഞാൽ മതി. എസ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². എസ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². പഠിക്കണം. 9ാം ക്ലാസ്സിൽ ചെല്ലുമ്പോ ഫിസിക്സ് സാറന്മാർ നിങ്ങളെ പഠിപ്പിക്കും. V ഇസ് ഈക്വൽ ടു U പ്ലസ് AT. എസ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². V² ഇസ് ഈക്വൽ ടു U² പ്ലസ്
ഇതാണ് ചലന സമവാക്യങ്ങൾ. ഇതാണ് ചലന സമവാക്യങ്ങൾ എന്ന് പറയും. ഇതൊക്കെ സെന്റൻസിൽ പറയുവാണെങ്കിലുണ്ടല്ലോ യമണ്ടൻ ഐറ്റംസ്. അതാണ് മലയാളവും ഇംഗ്ലീഷിലും ഒക്കെ പറയുമ്പോഴുള്ള കുഴപ്പം. ഞങ്ങൾക്കൊരു ഗുണമുണ്ട്, ഞങ്ങൾക്ക് അത്രയൊന്നും നീട്ടിപ്പരത്തി പറയാതെ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ചുരുക്കി പറയും. അങ്ങനെ ചുരുക്കി പറയാൻ നമുക്ക് ആരുടെ സഹായം വേണം? അല്ല, മാത്തമാറ്റിക്സിൽ ഒരാളുടെ സഹായം വേണം. ഓൾജിബ്രയുടെ സഹായം വേണം. എന്തിന്റെ സഹായം വേണം? ഇപ്പൊ നിങ്ങളൊരു നോട്ട് നീട്ടിപ്പരത്തി എഴുതിയില്ലേ, ഇത് ഓൾജിബ്രയുടെ സഹായത്തോടെ എഴുതുവാണെങ്കിൽ ഒരു 2.5-3 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഇതാണ് ഇങ്ങോട്ട് നോക്കാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇനി മുകളിലത്തെ നോട്ടൊന്ന് വായിച്ചേ നിങ്ങൾ. ദ സ്ക്വയർ ഓഫ് ദി സം ഓഫ് 2 നമ്പേഴ്സ്. നോക്ക, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും കൂടിയുള്ള സം എന്നല്ലേ? ആ സമ്മിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ. ഈ സ്ക്വയർ എന്തിനോട് ഈക്വൽ ആണ്? ഈ സ്ക്വയർ എന്തിനോട് ഈക്വൽ ആണ്? ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അനീറ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദീസ് 2 നമ്പേഴ്സ്. ഈ 2 നമ്പറുകളുടെ സ്ക്വയർ. ഈ 2 നമ്പറിന്റെ സ്ക്വയർ അല്ലേ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. പിന്നെ ഒരാളോടുണ്ടല്ലോ, അതാരാണ്? ആൻഡ് ടോയിസ് ദയർ പ്രോഡക്റ്റ്. അവരുടെ പ്രോഡക്റ്റ് അതല്ലേ എക്സ് വൈ, അതിന്റെ ടോയിസ് അതല്ലേ 2xy. കണ്ടോ? അപ്പൊ നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഇതേ കാര്യത്തെ ഇങ്ങനെ എഴുതരുതോ? അപ്പൊ എഴുതുക, യൂസിങ് ഓൾജിബ്ര യൂസിങ് ഓൾജിബ്ര. ഇതാണ്ടേ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ തൊട്ട് താഴെ കിടക്കുന്നുണ്ടല്ലേ? കണ്ടോ? എന്തുവാ വായിച്ചാട്ടെ. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അയ്യോ, നമ്മൾ ഇത് തെറ്റിപ്പോയി. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാ ഞാൻ ബോർഡ് എഴുതി വെച്ചേക്കുന്നത്. പുസ്തകത്തിൽ എന്താ നടക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. രണ്ടാണോ? ഇത് രണ്ടാണോ? രണ്ടും ഒന്നാണ്. രണ്ടും എഴുതിയാട്ടെ, അടുത്ത നോട്ടായിട്ട് എഴുതിയാട്ടെ. രണ്ടിൽ ഏത് എഴുതിയാലും കറക്റ്റാ. അടുത്ത നോട്ടായിട്ട് എഴുതി വെക്കാം. നോട്ട് എന്ന് പറഞ്ഞോണ്ട് എഴുതി വെക്കാം. അത്ര കഴിഞ്ഞിട്ട് എഴുതി വെക്കണം. ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ എന്ന് കേട്ടോ. ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ കൂടെ എഴുതി വെക്കണം. അത് 2 മാസം ചോദിച്ചിട്ടുണ്ട്. ഡാനിയൽസിന്റെ നോൺ സിറ്റുവേഷനും സെൽഫ്. ഹലോ, കഴിഞ്ഞോ? അപ്പൊ നമ്മൾ വേണ്ടേ ഏതാണ്ട് 2:20 മുതൽ ഈ 3 മണി വരെ പഠിച്ചതിനകത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന ഒരേ ഒരു കാര്യം വേണ്ടി ഇതാണ്. എന്ത്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് പഠിച്ചാലും മതി. അതിന്റെ ഒരു ജോമെട്രിക്കൽ മീനിങ് ആണ്. താഴെ പടം കൊടുത്തേക്കുന്നുണ്ടോ? നമ്മൾ മുമ്പേ തുടക്കത്തിൽ ഒരു 3.7 സൈഡുള്ള സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അതിനെ 4 വെട്ടിക്കറി കണക്ക് ചെയ്തില്ലേ? അതുപോലെ പടമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കാര്യം പിടി കിട്ടിയോ? ശരി, ഇനി ഇങ്ങോട്ട് നോക്കാം. അല്പസമയം ബോർഡിലേക്ക് നോക്കിയിരിക്കാം. 1-2 കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്തോന്ന് പറഞ്ഞ എല്ലാരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ കിട്ടിയ റിസൾട്ട് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെ എക്സിന്റെയും വൈയുടെയും സ്ഥാനത്ത് ഏത് നമ്പറിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? വരാം. അല്പസമയത്തേക്ക് ബുക്ക് നിറച്ചു വെച്ചേ. ഞാൻ തൽക്കാലത്തേക്ക്
വൈയുടെ വില എന്തായിട്ട് എടുക്കുന്നു? ഹലോ, വൈയുടെ വില എന്തായിട്ട് എടുക്കുന്നു? 1 ആയിട്ട് എടുക്കുന്നു. വൈയുടെ വില എന്തായിട്ട് എടുക്കുന്നു? 1 ആയിട്ട്. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ. ആ, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ ആണല്ലോ. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 2x പ്ലസ് 1 സ്ക്വയർ 1 സ്ക്വയർ 1 എഴുതിയാട്ടെ. ടേക്ക് y is equal to 1 മുതലാണ് എഴുതേണ്ടത്. ഹലോ, അയ്യോ ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇങ്ങനെയാണ്: എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഒന്നും ചെയ്യരുത്, നോക്കിയിരിക്കും. ഞാൻ ഇതിനകത്തിലെ എക്സിന്റെ സ്ഥാനത്തോട്ട് 1 എന്ന് കൊടുക്കും. എക്സിന് എത്ര കൊടുക്കുന്നു? ഇച്ചിരി നമ്മൾ വൈക്കായിരുന്നു 1 കൊടുത്തത്. നമ്മൾ എക്സിന് എത്ര കൊടുക്കാൻ പോകുന്നു? അപ്പൊ എക്സിന് 1 കൊടുത്തിട്ട് ഒന്ന് പറയാമോ? ഇതിനകത്തിലോട്ട് എക്സിന് 1 കൊടുത്ത് പറയാം. 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 1 സ്ക്വയർ പ്ലസ് വേണ്ട, ഇവിടെ 2x അല്ലേ ഉള്ളൂ. 2x അല്ലേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ വില കൊടുത്താ പോരെ? ഇവിടെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നല്ലേ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ഇതിൽ നിങ്ങൾ ആർക്ക് മാത്രമേ വില കൊടുക്കുന്നുള്ളൂ? എക്സിന് മാത്രമല്ലേ വില കൊടുക്കുന്നുള്ളൂ. അപ്പൊ എക്സ് ഉള്ളിടത്തൊക്കെ മാത്രം മണ്ണിട്ട് കൊടുത്താ പോരെ? അപ്പൊ 2 ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് 1 എത്ര? 2. പറഞ്ഞാട്ടെ. 2 സ്ക്വയർ ഈക്വൽ 2 സ്ക്വയർ ഈക്വൽ 1 പ്ലസ് 2 പ്ലസ് 1. ഇത് കൂട്ടുമ്പോ എത്ര കിട്ടും? 4. എഴുതിയാട്ടെ. അപ്പൊ ഇത് കഴിഞ്ഞു. അടുത്ത നമ്മുടെ ചാപ്റ്റർ 3 കഴിഞ്ഞു. ഇതാ അടുത്ത 3-ാമത്തെ ചാപ്റ്റർ ആണ് ഇറിഗേഷൻ. കഴിയോ? ഇല്ല, അവിടെ കഴിയോ? എവിടാ കഴിഞ്ഞോ? ഓക്കെ, പേനകത്തൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സിനൊന്ന് 2 കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എക്സിന് എത്ര കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. അതുല്യ ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞേ. അതുല്യ എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാട്ടെ. 2 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 2 പ്ലസ് 1 എത്ര? 3 സ്ക്വയർ ഈക്വൽ 4 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 1 ആൻസർ 9. 3ന്റെ സ്ക്വയർ അല്ലേ 9? 3ന്റെ സ്ക്വയർ അല്ലേ 9? എഴുതിയാട്ടെ. കൂട്ടിയിരിക്കോ?
നമ്മുടെ ചാപ്റ്റർ 3 ആണ് ഇലക്ട്രോ കെമിസ്ട്രി വരുന്നുണ്ട്. സുഹൃത്തുക്കളെ സഹാക്കൾ എഴുതി കഴിഞ്ഞു. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സിന് ഒരു എക്സിനൊരു ഇപ്പൊ 2 ആയി. അടുത്തത് 3 കൊടുത്തത്. അപ്പോഴാ പറഞ്ഞാട്ടെ. എന്റെ കൂടെ അങ്ങ് എഴുതിക്കോ. എക്സിന് നമ്മൾ 3 കൊടുക്കുന്നു. പറഞ്ഞാട്ടെ. എക്സിന് 3 കൊടുത്താലും മിണ്ടുന്നില്ല. 3 + 1 the whole square is equal to 3 square plus 2 into 3 plus 1. 3 square എത്ര? 9. 2 into 3 6 plus 1. 3 plus 1 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 4 സ്ക്വയർ ആണോ? 9 1 10 6 16. 4ന്റെ സ്ക്വയർ അല്ലേ 16? 4ന്റെ സ്ക്വയർ അല്ലേ 16 ആണോ? നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 39 നിങ്ങൾ നോക്കാം. പേജ് നമ്പർ 39. പേജ് നമ്പർ എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കണം. ഓൾറെഡി ഇതുവരെ എഴുതിയ കാര്യം ഞാൻ ആ പുസ്തകത്തിൽ കിടക്കുന്ന പോലെ ഒന്ന് ലെവലാക്കി എഴുതാം. ഒറ്റ ലെവലാക്കി നോക്കിക്കേ. ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു 2 സ്ക്വയർ ഈക്വൽ 1 സ്ക്വയർ പ്ലസ് 2 into 1 plus 1 ഈക്വൽ 1 plus 2 plus 1 4. നമ്മൾ താഴോട്ട് എഴുതിയ സ്റ്റെപ്പ് നേരെ അങ്ങ് എഴുതിയിരിക്കുന്നു. അടുത്ത നോക്കിക്കാട്ടെ. 3 സ്ക്വയർ ഈക്വൽ 2 സ്ക്വയർ പ്ലസ് 2 into 2 plus 1. അപ്പൊ 4 plus 1 ഈക്വൽ 9. എഴുതിയായിരുന്നോ? അടുത്ത 4 സ്ക്വയർ ഈക്വൽ 3 സ്ക്വയർ പ്ലസ് 2 into 3 plus 1 equal 9 plus 6 plus 1 equal 16. ഇത് ഇതുപോലെ എഴുതിയാട്ടെ. ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് ഈ പുസ്തകം മാറി വന്നതിന് ശേഷം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. ഇങ്ങനൊരു 3 വരി അവരെഴുതി വെക്കും. എന്നിട്ട് നമ്മോട് ചോദിക്കും what is the next line? What is the അതേണ്ടില്ല നോക്കിക്കേ. അപ്പൊ ഈ നെക്സ്റ്റ് ലൈൻ എഴുതാനുള്ളടത്താണ് ഞാൻ ഈ കുത്തിട്ട് വെച്ചത്. ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം. ബോർഡിലേക്ക് നോക്കിയിരിക്കും. 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. അപ്പൊ അടുത്ത ആള് 2 സ്ക്വയർ എഴുതിയപ്പോ 1 സ്ക്വയർ, 3 സ്ക്വയർ എഴുതിയപ്പോ 2 സ്ക്വയർ, 4 സ്ക്വയർ എഴുതിയപ്പോ 3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 4 സ്ക്വയർ. ശേഷം എല്ലായിടത്തും പ്ലസ് അല്ലേ? പ്ലസ് ഇട്ടു. ബ്രാക്കറ്റിനകത്ത് 2 into 2 into 2 into എന്നല്ലേ? അപ്പൊ ഇവിടെ എന്തോ വരും? 2 ആയപ്പോ 1, 3 ആയപ്പോ 2, 4 ആയപ്പോ 3. അപ്പൊ 5 ആകുമ്പോഴോ 4. പിന്നെ എല്ലായിടത്തും പ്ലസ് അല്ലേ? നമ്മളും പ്ലസ് ഇട്ടു. പ്ലസിന് ശേഷം ആരാ കിടക്കുന്നത്? 1. ഉത്തരം ശരിയാണോ നോക്കാം. 4ന്റെ സ്ക്വയർ 16. 2 into 4 8 പ്ലസ് 1 16 8 24. 1 25. 5ന്റെ സ്ക്വയർ അല്ലേ 25? 5ന്റെ സ്ക്വയർ അല്ലേ 25? എഴുതിയ കറക്റ്റ് അല്ലേ? എഴുതിയ ഡോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് എഴുതാം. താഴോട്ട് ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിന് അവിടോട്ടാണ് വരുന്നത്. ഹലോ കഴിഞ്ഞോ? ബോക്സ് ഒന്നും വേണ്ട. താഴെ അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അപ്പൊ മീരെ എനിക്കൊരു സംശയം. ഇനിയിപ്പോ ഞാൻ ഇതിടയ്ക്കുള്ള 6 7 8 9 10 ഒന്നും എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ല. എനിക്കിനി അടുത്തതായിട്ട് വേണ്ടത്
11ന്റെ സ്ക്വയർ ആണ്. ആരുടെ സ്ക്വയർ ആണ്? ഒന്ന് പറഞ്ഞിട്ട് എഴുതാം. പറഞ്ഞാട്ടെ. ആ 2 1, 3 2, 4 3, 5 4, അപ്പൊ 11 10. അപ്പൊ 10ന്റെ സ്ക്വയർ. പിന്നെ പ്ലസ് 2 ഇൻറ്റു 5 4, 4 3, 3 2, 2 1, അപ്പൊ 11 10 പ്ലസ് 1. 10ന്റെ സ്ക്വയർ 100. 2 ഗുണം 10 20 പ്ലസ് 1. 100ഉം 20ഉം ഒന്നുകൂടെ കൂട്ടുമ്പോൾ 121. അതല്ലേ 11ന്റെ സ്ക്വയർ? ആണോ? എഴുതിയാട്ടെ. വേണ്ട. അയ്യോ അയ്യോ അങ്ങനാണെങ്കിൽ എന്റെ കൂടെ എഴുതി എന്ന് പറഞ്ഞേ. 12ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 12ന്റെ സ്ക്വയർ 11ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 11 പ്ലസ് 1. 11ന്റെ സ്ക്വയർ 121. 2 ഗുണം 11 2 ഗുണം 11 22 പ്ലസ് 1. ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി കൂട്ടി പറഞ്ഞ എത്ര വരുമെന്ന്? 144. 144. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് 13ന്റെ സ്ക്വയർ ഇതുപോലെ ഒന്ന് എഴുതിക്കാട്ടെ. 13ന്റെ സ്ക്വയർ ചെയ്തു. പറഞ്ഞാട്ടെ. പറഞ്ഞ ശരിയാ. 12ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 പ്ലസ് 12ന്റെ സ്ക്വയർ 144 ആണോ? 2 ഗുണം 12 12 2 24 പ്ലസ് 1. ഇതോടെ കൂട്ടി പറഞ്ഞേ. 160. ഇതൊക്കെ എന്തുവാന്നൊക്കെ വല്ലോ മനസ്സിലായി? എന്തുവാ മനസ്സിലായി? സ്ക്വയർ ആന്ന് മനസ്സിലായി. എന്തായാലും അത്രയെങ്കിലും മനസ്സിലായിട്ടോ. സ്ക്വയർ ആന്നല്ല മനസ്സിലാക്കേണ്ടത്. അപ്പൊ 13ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുവാ ചെയ്തത്? 13ന്റെ മണ്ടക്ക് കിടക്കുന്നു അങ്ങനെയൊക്കെയാണോ പറയുന്നേ? 13ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ അതാരാ? 12ന്റെ സ്ക്വയർ എടുത്തു. അതിനോട് കൂടി 12ന്റെ ഇരട്ടി എടുത്തു. എന്നിട്ട് ഒരു 1. ഇത്രയും പേരെ എന്ത് ചെയ്തു? കൂട്ടി. 12ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞപ്പോ അതിന് തൊട്ട് മുമ്പുള്ള നമ്പരായ 11ന്റെ സ്ക്വയർ എടുത്തു. ആ 11നെ 2 കൊണ്ട് ഗുണിച്ചു. പിന്നെ ഒരു 1. ഇത്രയും കൂടെ എന്ത് ചെയ്തു? കൂട്ടി. 11ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞപ്പോ അതിന് മുമ്പുള്ള നമ്പരായ 10ന്റെ സ്ക്വയർ ആ 10നെ 2 കൊണ്ട് ഗുണിച്ചു. പിന്നെ ഒരു 1. ഇത്രയും കൂടെ എന്ത് ചെയ്തു? കൂട്ടി. അതെ, അതാണ് നമ്മൾ ഇച്ചിരി മുമ്പേ നീട്ടിപ്പരത്തി പറഞ്ഞത്. x+1 ദ ഹോൾ സ്ക്വയർ. എക്സ് കഴിഞ്ഞിട്ട് അടുത്തുള്ള നമ്പർ അല്ലേ x+1 അല്ലേ? 9 കഴിഞ്ഞിട്ട് 10 വരുന്നത് പോലെ, 10 കഴിഞ്ഞിട്ട് 11 വരുന്നത് പോലെ, 11 കഴിഞ്ഞിട്ട് 12 വരുന്നത് പോലെ എക്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പരാണ് ആര്? x+1. അതിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതി വെച്ചത് മൊത്തം. ഇപ്പൊ കരിമിടി കിട്ടിയോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓൾ സ്റ്റാൻഡ് പത്രം ഒന്ന് വായിച്ചു നോക്കി. എല്ലാരും ബുക്കടച്ച് വെച്ച ബോർഡിലോട്ട് നോക്കി. നമ്മളിപ്പോ അല്പം മുമ്പേ പഠിച്ച റിസൾട്ട് എന്തായിരുന്നു? x+y ദ ഹോൾ സ്ക്വയർ ഈക്വൽ മിണ്ടുന്നില്ല. x സ്ക്വയർ പ്ലസ് 2xy പ്ലസ്
വൈ സ്ക്വയർ. ഞാൻ ഇതിനകത്തിലെ വൈക്ക് പകരം 1/2 എന്ന് എടുക്കും. വൈക്ക് പകരം എന്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ മുകളിലത്തേനകത്തിൽ എവിടൊക്കെ വൈ കിടപ്പുണ്ടോ അവിടൊക്കെ 1/2 കൊടുത്തെന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ. എക്സ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2 പ്ലസ് 1/2 സ്ക്വയർ. കറക്റ്റ് ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഈ രണ്ടും കൂടെ വെട്ടിപ്പോകും. അപ്പൊ എന്ത് കിട്ടും? എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ എഴുതിയാട്ടെ. അത് എഴുതിയിട്ട് വേണം താഴെയുള്ളത്. അയ്യോ, ഇനി ഒരു നോട്ടായിട്ടൊന്ന് എഴുതിയിട്ടേക്ക. എക്സ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 എന്ന് ഒരു നോട്ടായിട്ട് എഴുതിയത്. അയ്യോ, എഴുതണോ? പ്രസിഡന്റോ സെക്രട്ടറിയോ ആരൊക്കെയാന്നൊക്കെ പറയുന്നതായിട്ട് ആയി ആരണ്ടൊക്കെ പേപ്പറും ഒക്കെ പറഞ്ഞ ആരെ കിടപ്പുണ്ട്. കഴിഞ്ഞോ? ഇതുകൊണ്ട് പിള്ളേർ മിണ്ടുന്നില്ല. കഴിഞ്ഞോ? അല്ല, ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഇതുകൊണ്ടേ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നോക്കാം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കാം, ഞാൻ ഈ എക്സിന് പകരം 1 എടുത്തു എന്ന് വിചാരിക്കാം. എക്സിന് പകരം 1. എല്ലാരും കൂടെ നോക്കിക്ക്. എക്സിന് എത്ര എടുത്തു? 1. ഒന്ന് സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. 1 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. 1 പ്ലസ് 1/2 നമ്മൾ നാടൻ ഭാഷയിൽ 1.5 എന്ന് വിളിക്കുന്നത്. 1.5 എന്ന് വിളിക്കുന്നത്. ഇത് വെച്ചൊന്ന് ഉത്തരം പറഞ്ഞു. എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുത്താൽ മതി. 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1/4. ഇവിടെ എക്സ് ഉള്ളിടത്ത് മാത്രം 1 കൊടുത്താൽ മതി എന്ന്. 1 സ്ക്വയർ എത്ര? 1. 1/4. 1 പ്ലസ് 1 2 പ്ലസ് 1/4. ഇതിനെയാണ് നമ്മൾ കണക്കിൽ എങ്ങനെ എഴുതുന്നത്? 2 and 1/4. എങ്ങനെ എഴുതുന്നത്? 2 and 1/4 എഴുതിയാട്ടെ. അയ്യോ, അയ്യോ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് ഒരുമിച്ചൊന്ന് എഴുതി നോക്കാം. പറയട്ടെ, ഞാൻ എക്സിന് 2 കൊടുത്താട്ടെ. എക്സ് ഈക്വൽ 2. പറഞ്ഞാട്ടെ. 2 പ്ലസ്
1/2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ എന്നോട് സ്റ്റെപ്പ് പറഞ്ഞെഴുതണം 2 സ്ക്വയർ പ്ലസ് ഏ 1 എക്സ് ഉള്ളിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കുക 2 പ്ലസ് 1/4 2 സ്ക്വയർ എത്ര 4 4 പ്ലസ് 2 പ്ലസ് 1/4 4 പ്ലസ് 2 എത്ര 8 4 പ്ലസ് 2 6 പ്ലസ് 1/4 അതിനെയാണ് നമ്മൾ കണക്കിൽ എന്ത് എഴുതുന്നത് 6 ആൻഡ് 1/4 എന്ന് എഴുതി വെക്കും. എങ്കിൽ ഞാൻ എക്സിന് 3 ഇട്ട് തരും, ബാക്കി നിങ്ങൾ എന്നെ ചെയ്ത് കാണിക്കണം. എക്സിന് 3 ഇട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങളും ചെയ്ത് കാണിച്ചേ. എക്സിന് 3 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഒന്ന് സ്പീക്കാമോ? എക്സ് ഈക്വൽ 3 പറഞ്ഞാട്ടെ 3 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 9 പ്ലസ് 3 പ്ലസ് 9 3 12 ആൻഡ് 1/4 ഇങ്ങനെയാണ് ഉത്തരം കിട്ടിയത്. ആണോ? ഒരെണ്ണം കൂടെ പഠിച്ചാൽ നമുക്ക് പുസ്തകത്തിലെ എക്സാമ്പിളുകളെല്ലാം തീരും. അടുത്ത ദിവസം വരുമ്പോ നിങ്ങള് പേജ് നമ്പർ 40 കിടക്കുന്ന ഫസ്റ്റ് എക്സസൈസ് ഉണ്ടല്ലോ, ആ 3 ക്വസ്റ്റ്യൻ എന്തായി ചെയ്തു പറയണം. പേടിക്കണ്ട. നോക്കൂ, ഇത്രയും കണക്കല്ലേ ഉള്ളൂ. പേജ് നമ്പർ 40. എല്ലാരും ബോർഡിലേക്ക് നോക്കാം. ഞാനേ പറയാം ഈ റിസൾട്ട് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാൻ പോകും. എല്ലാരും ബോർഡിലേക്ക് നോക്കിക്കേ, ആരെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാൻ പോകും. എന്ന് പറഞ്ഞാൽ ഇതിനകത്തിലെ വൈക്ക് പകരം 1/x കൊടുക്കണം. അത്രേ ഉള്ള കാര്യം. പറഞ്ഞോ. എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x പ്ലസ് 1/x സ്ക്വയർ ആണോ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഈ എക്സും ഈ എക്സോട് വെട്ടിപ്പോയല്ലോ 2 പ്ലസ് 1 സ്ക്വയർ 1 എക്സിന്റെ സ്ക്വയർ എഴുതിയാട്ടെ. എഴുതിയാട്ടെ. ഞാൻ ഇതിനകത്തിലെ എക്സിന് പകരം 2 കൊടുക്കുവാന്ന് വിചാരിക്കാം. എക്സിന് പകരം എത്ര കൊടുക്കുന്നു? എഴുതുക. എക്സ് ഈക്വൽ 2. എവിടൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം 2 കൊടുത്ത് പറയണം. പറഞ്ഞാട്ടെ. 2 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് വേണ്ട ഇത് ഇവിടെ ഇതിനകത്ത് ഇവിടെ കൊടുത്താൽ മതി. 2 പ്ലസ് 1/2 സ്ക്വയർ. എഴുത്. 2 സ്ക്വയർ എത്ര? 4 പ്ലസ് 2 പ്ലസ് 1/2 സ്ക്വയർ. 4 പ്ലസ് 2 എത്ര? 6. 6 പ്ലസ് 1/4. So the answer is 6 and ഈ 2 പ്ലസ് 1/2 അല്ലേ? 2 and 1/2 അല്ലേ? 2 and 1/2 സ്ക്വയർ ആണ് 6 and 1/4. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സിന് 3 കൊടുത്തു പറഞ്ഞാട്ടെ. അടുത്ത സ്റ്റെപ്പ് എക്സ് ഈക്വൽ 3. സ്റ്റെപ്പ് 1 എഴുതിയാട്ടെ. 3 പ്ലസ് 1/3 the whole square is equal to 3 square plus 2 plus 1/3 square ആണോ? 3 square എത്ര? 9 plus 2 plus 1/3 square എത്ര? അടിപൊളിയായിട്ടോ. 9. 9 അധികം 2 11 plus 1/9. Answer is 11 and
11 ആൻഡ് ഓക്കെ ഒരെണ്ണം കൂടെ. എക്സിന് നമ്മൾ 4 കൊടുക്കുന്നു. എക്സിന് എത്ര കൊടുക്കുന്നു? അപ്പൊ എഴുതുക എക്സ് ഈക്വൽ 4. എന്റെ കൂടെ സ്റ്റെപ്പ് പറഞ്ഞ് എഴുതട്ടെ. എക്സിന് 4 കൊടുത്തോ. 4 പ്ലസ് 1/4 the whole square is equal to 4 square plus 2 plus 1/4 square. അപ്പോൾ 4 square 16 plus 2 plus 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16, 16 അധികം 2 18, 18 plus 1/16. So the answer is 18 and 1/. അങ്ങനെ ഈ പാഠത്തിലെ ആദ്യത്തെ സെക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാം കൂടെ പഠിച്ചില്ലേലും ഒരൊറ്റ കാര്യം പഠിച്ചു വെച്ചാൽ ഒന്നാമത്തെ സെക്ഷനിൽ ചോദിക്കുന്ന ഏത് കണക്കിന്റെ ഉത്തരം എഴുതാം. എന്തുവാ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് അതിനകത്തിൽ ചില വിലകളൊക്കെ മാറ്റി മറിച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ എല്ലാവർക്കും? ഓക്കെ. വർക്ക് ബുക്ക് എടുത്താടെ.